മന്ത്രി കപിൽ സിബൽ ചാന്ദിനി ചൗക്കിൽ നിന്നും, അജയ് മാക്കൻ ന്യൂഡൽഹിയിൽ നിന്നും, കൃഷ്ണ തീരാത്ത് വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നും വീണ്ടും മത്സരിക്കും. ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ സിറ്റിംഗ് സീറ്റായ കിഴക്കൻ ഡൽഹിയിൽ നിന്ന് രാജ്മോഹൻ ഗാന്ധിയെ നേരിടാൻ കോൺഗ്രസ് നിയോഗിച്ചു. കേന്ദ്രമന്ത്രി ദിൻഷാ പട്ടേൽ ഗുജറാത്തിലെ ഖേഡയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. ഉത്തർപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്ക് മാറ്റപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീൻ സവോയ് മാധോപൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുക. ഡോക്ടർ CP ജോഷി ജയ്പൂർ റൂറലിൽ നിന്നും, സച്ചിൻ പൈലറ്റ് അജ്മീരിൽ നിന്നും, ജ്യോതി മിർധ നാഗോറിൽ നിന്നുമായിരിക്കും മത്സരിക്കുന്നത്. 2004 പൊരുതി നേടിയ മഹാസമന്ദ് മണ്ഡലത്തിൽ തന്നെയാണ് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി അജിത് ജോഗിയെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ വർഗീയ കലാപം നടന്ന മുസഫർ നഗറിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സൂരജ് എസ് വർമ്മയെ മാറ്റി പങ്കജ് അഗർവാളിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ സിറ്റിംഗ് MP-മാരായ മഹാബൽ മിശ്രയ്ക്കും രമേഷ് കുമാറിനും സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. അതേസമയം ഡൽഹിയോട് ചേർന്നുള്ള ഉത്തർപ്രദേശ് മണ്ഡലമായ ഗാസിയാബാദിൽ മുൻ കരസേനാ മേധാവി VK സിംഗിനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചു. BJP അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ തവണ 1,00,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച ഈ മണ്ഡലത്തിൽ ജാട്ട് വോട്ടുകൾ എതിരായേക്കുമെന്ന ഭയത്തിലാണ് അദ്ദേഹം ലക്നൌവിലേക്ക് മാറിയത്. ജാട്ട് സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന RLD ഇത്തവണ സഖ്യകക്ഷിയല്ലാത്തതിന്റെ കുറവ് കൂടി പരിഹരിക്കാനാണ് VK സിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ആം ആദ്മി നേതാവ് ഷാസിയ ഇൽമിയും കോൺഗ്രസ് MPയും മുൻ ബോളിവുഡ് താരവുമായ രാജ് ബബ്ബാറുമാണ് ഗാസിയാബാദിലെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ. D. ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി.